കർണാടക സംഗീത പഠനത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗീതങ്ങൾ എന്ന പാഠഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ ഗീതങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അവസാനമായിട്ട് നമ്മൾ ശുദ്ധ സാവേരി രാഗത്തിലുള്ള ഒരു ഗീതം അനലേഖര എന്ന ഗീതമാണ് പഠിച്ചത്. അപ്പം അതിൻ്റെ സാഹിത്യം മുഴുവനെ പഠിക്കൽ കഴിഞ്ഞിട്ടില്ല. അപ്പം നമ്മൾക്ക് ഒന്നുകൂടിയും അതിൻ്റെ സ്വരസ്ഥാനങ്ങളും അതുപോലെ ആരോഹണ അവരോഹണം സ്വരങ്ങൾ സാഹിത്യമൊക്കെ ഒന്നുകൂടി നോക്കാം. അതിനുശേഷം അടുത്ത ഗീതത്തിലേക്ക് കടക്കാം. ഈ ക്ലാസ് എല്ലാവരും ശ്രദ്ധിക്കുക. പഠിച്ച് മറന്ന ആൾക്കാർക്കും അതുപോലെ പുതുതായി പഠിക്കുന്ന ആൾക്കാർക്കും ഉപകാരപ്രദമാകുന്ന വിധത്തിലാണ് ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നത്. ഇതിലെന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് വീണ്ടും പാടിത്തരാൻ വല്ലതും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ പാടിത്തരാം. എല്ലാവരും ഷെയർ ചെയ്യുക, കേൾക്കുക, പഠിക്കുക. ശുദ്ധ സാവേരി രാഗത്തിൻ്റെ ആരോഹണ അവരോഹണം. ഗാന്ധാരം നിഷാദം മർജ്യമായിട്ടുള്ള ഒരു രാഗം. ആരോഹണത്തിന് അവരോഹണത്തിന് 5 സ്വരം. ഔഡവ രാഗം. 29ാമത് മേളകർത്താരാഗമായ ധീര ശങ്കരാഭരണത്തിൽ നിന്നും ജനിക്കുന്ന ഒരു ജന്യരാഗം. സ്വരസ്ഥാനങ്ങൾ ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, ശുദ്ധ മധ്യമം, പഞ്ചമം, ചതുശ്രുതി ദൈവതം. ഇതാണ് സ്വരസ്ഥാനങ്ങൾ. ഇതിൻ്റെ ഒരു രാഗസഞ്ചാരമൊക്കെ ഏകദേശം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാടിത്തന്നു, സ്വരങ്ങളിലെ സഞ്ചാരങ്ങൾ. അപ്പം നമുക്ക് ഗീതം ഒന്നുകൂടി ഒന്ന് പാടി നോക്കാം. അതിനുശേഷം സാഹിത്യം ഒന്ന് പാടാം. ഇതിൻ്റെ താളം തിശ്ര ജാതി ത്രിപുട താളം. നമ്മൾ 7 താളങ്ങൾ പഠിച്ചു. അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് തിശ്ര ജാതി ത്രിപുട താളം. അടിക്കുക, 2 വിരൽ വയ്ക്കുക, അടി വീശ്, അടി വീശ്. നമ്മൾ പിന്നെ അലങ്കാരങ്ങൾ സാരി ഗ സാരി ഗ മ ഗ മ ഗ മ പ അങ്ങനെയാണ് നമ്മളതിൽ പഠിച്ചിരുന്നത്. താളം നമ്മൾ പഠിച്ചതാണ്. പിന്നെ ഇതിൻ്റെ മുമ്പ് ഗീതങ്ങൾ നമ്മൾ ഈ താളത്തിൽ പഠിച്ചിട്ടുണ്ട്. പതുമനാഭ എന്നുള്ള ഗീതം, അതുപോലെ കമലജാതള. അപ്പോൾ ഇതൊന്നും നമുക്ക് പാടി നോക്കാം. ഇതെന്താ വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ മേൽ ഋഷഭത്തു നിന്നാണ് നമ്മൾ തുടങ്ങണത്. ആ രീ എന്നുള്ള സ്വരത്തു നിന്നാണ് തുടങ്ങണത്. അപ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ആ രീ എന്നുള്ള സ്വരത്തിൻ്റെ സ്ഥാനം ശ്രദ്ധിച്ച് വേണം നമ്മൾ തുടങ്ങാൻ. പാമരി ധ ധ പ പ ധ ധ ധ പ പ മ പ ധ പ പ മരി സരി സരി പ മ പ സരി സരി പ പ ധ പ പ മരി രി സ രെ മ മ ധ പ ധ സ സ രി രി സ ധ പ മ പ ധ ധ സ ധ ധ പ പ മ രി ധ ധ ധ പ പ പ ധ ധ ധ പ pa pa ma pa dha pa pa
മരി സരി സരി പ മ പ സരി സരി പ പ ധ പ പ മരി രി സരി മ മ ധ പ ധ സ സ. ഇതാണ് സ്വരം. ഇനി ഇതിൻ്റെ അതേപോലെ സാഹിത്യം. കര ഉന്നിബോലത്തെ സകല ശാസ്ത്ര പുരാണദിം കാളദിം കാള പരിഗദൂരേ ആ പരിഗത്വം നം ജഡായൂഢ സകല ശാസ്ത്ര പുരാണദിം കാളദിം കാള പരിഗദൂരേ ആ പരിഗത്വം നം. ജഡാജൂടാന്ന് കഴിഞ്ഞാൽ വീണ്ടും ജഡാജൂട. പിന്നെ വീണ്ടും പഴയത് മുമ്പ് പാടി തന്നെയാണ്. സകല ശാസ്ത്ര പുരാണദിം. മുമ്പ് പാടിയ അതേ സാഹിത്യം തന്നെ റിപ്പീറ്റ് ചെയ്യണം. ഇങ്ങനെയാണ് ഈ ഗീതം പാടി അവസാനിപ്പിക്കേണ്ടത്. സ്വരങ്ങളുടെ സാധനങ്ങൾ ശ്രദ്ധിക്കുക. സ്വരം വരുന്ന അതേപോലെ തന്നെ അതിൻ്റെ സാഹിത്യം പാടുക. അതാണ് ശ്രദ്ധിക്കേണ്ടത്. എവിടെയെങ്കിലും സ്വരം പിന്നെ സാഹിത്യം പാടാൻ പറ്റില്ല എന്ന് വെച്ചാൽ അവിടുത്തെ സ്വരം ചെല്ലുക. രി രി സ ധ പ മ പ ജഡായ ജൂഡ. അങ്ങനെ നമ്മൾ ആ സ്വരം പാടുക. എന്നിട്ട് അതിൻ്റെ അതേപോലെ സാഹിത്യം ചൊല്ലി അങ്ങനെ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് വെക്കണം. അപ്പോൾ എല്ലാവരും ഇത് കേൾക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി നമ്മൾ അടുത്തൊരു ഗീതത്തിലേക്ക് കിടക്കുകയാണ്. കാമ്പോജി രാഗത്തിലുള്ള ഒരു ഗീതം. ഈ കാമ്പോജി രാഗം 28ാമത്തെ മേളകർത്താരാഗമായ ഹരി കാമ്പോജിയിൽ നിന്നും ജനിക്കുന്ന ഒരു ജന്യരാഗമാണ്. അതിൻ്റെ ആരോഹണ അവരോഹണം നമുക്കൊന്ന് നോക്കാം. സരി ഗ മ പ ധ സ സ നി ധ പ മ ഗ രി സ സരി ഗ മ പ ധ സ സ നി ധ പ മ ഗ രി സ. ആരോഹണത്തിന് നിഷാദം വരുന്നില്ല. 6 സ്വരം. അവരോഹണത്തിൽ എല്ലാ സ്വരവും വരുന്നുണ്ട്. അപ്പം അതിനെ ഷാഡവ സമ്പൂർണ്ണ രാഗം എന്നാണ് പറയുക. ആരോഹണത്തിൽ 6 സ്വരം, അവരോഹണത്തിൽ എല്ലാ സ്വരവും വരുന്ന രാഗങ്ങളെ ഷാഡവ സമ്പൂർണ്ണ രാഗം എന്നാണ് പറയുക. ഇനി ഇതിൻ്റെ സ്വരസ്ഥാനങ്ങൾ സ ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, അന്തരകാന്താരം, മാ ശുദ്ധമധ്യമം, പ പഞ്ചമം, ധ ചതുശ്രുതി ദൈവതം. ആ ധാന്നൊക്കെ നമ്മൾ ശുദ്ധസാബേരിയിൽ പാടിയില്ലേ? പാദസം അതന്നെയാണ്. അവരോഹണത്തിൽ വരുമ്പോൾ കൈശികി നിഷാദം,
പാടിയ കാകലി നിഷാദം സാ നീ ദ പ മ ഗ രി സ. അപ്പൊ എല്ലാ സ്വരങ്ങളും അവരോധത്തിൽ വരുന്നുണ്ട്. ഷഡ്ജം, കൈശികി നിഷാദം, ചതുശ്രുതി ദൈവതം, പഞ്ചമം, ശുദ്ധം മധ്യമം, അന്തരഗാന്ധാരം, ചതുശ്രുതി ഋഷഭം, ഷഡ്ജം, എല്ലാ സ്വരങ്ങളും. ഇനി ഇതിന്റെ പുറമെ കാമ്പോജി രാഗത്തിലൊരു അന്യസ്വര പ്രയോഗം വരുന്നുണ്ട്. സാ നീ പ എന്നുള്ള പ്രയോഗത്തിന് പദസ നിവദസം പദസ ദസരിദസം സാ നീ പ നീ പ. കാകലി നിഷാദത്തിന്റെ ഒരു അന്യസ്വര പ്രയോഗം കാമ്പോജിയിൽ വരുന്നുണ്ട്. ഇടയ്ക്കേ വരുള്ളൂ അത്. ഇതൊരു ഭാഷാംഗ രാഗമായിട്ടാണ് അറിയപ്പെടുന്നത്. അന്യസ്വരം വരണമുണ്ട്. അന്യസ്വരം വരാത്ത രാഗങ്ങളെ ഉപാംഗ രാഗങ്ങൾ എന്ന് പറയും. തദര തദരി കാട്ടിലെ പാഴ്മുളം സിനിമാ ഗാനുണ്ട്. അതുപോലെ പിന്നെ ഹരിനാക്ഷി എന്നുള്ള പദം കഥകളിയിൽ, ഇതൊക്കെ കാമ്പോജി രാഗത്തിലുള്ള പ്രസിദ്ധമായ കൃതികളാണ്. അപ്പം അതിൽ വരുന്ന ഒരു അന്യസ്വര പ്രയോഗമാണത്. തദരി ആ പ്രയോഗങ്ങളൊക്കെ അതിൻ്റെ ആ ജീവൻ കൊടുക്കുന്ന പ്രയോഗങ്ങളാണ്. ഈ ലോ പിച്ചിരിക്കുക മന്ത്രസ്ഥായിരിക്കുക സഞ്ചാരം കുറവായിട്ടുള്ള ഒരു രാഗമാണത്. മൗലികമാണ് അതിൻ്റെ സഞ്ചാരങ്ങൾ. തദര അങ്ങനെ അങ്ങോട്ട് തിറങ്ങാണ്. തദര നിധവ മഗ മഗ പദ സം പദ സരി പദ സരി ഗ ഗ മഗ നിധ നിധ പദ സ നിധ പ നിധു മഗ രി രി സരി ഗ മ ഗ മ രി ഗ സ നിധ രി രി. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സ്വരസഞ്ചാരങ്ങളൊക്കെ വരുന്നത്. ഇതില് ഗീതം ആദ്യ താളത്തിലാണ് ഗീതം ചിട്ടപ്പെടുത്തിയിരുന്നത്. സാ നീ പ ദ ദ സ അങ്ങനെയാണ് തടക്കം. സാ നീ പ ദ ദ സ ക സ രി ഗ മ ഗ ഗ രി സ രി സ സ നി നി ധ പ നി ധ പ മ ഗ മ പ മ ഗ പ ധ സ നി ധ പ നി ധ പ പ മ ഗ രി സ. കുറച്ചുകൂടി ഉണ്ട് സ്വരങ്ങള്, അത് അടുത്ത ക്ലാസ്സിൽ പാടാം. അപ്പൊ ഇതിന്റെ തടക്കം തന്നെ എന്താണ്? ആ അന്യസ്വരം കൊണ്ടാണ്. സാ നീ പ. അവിടെ ആ കാകലി നിഷാദത്തിന്റെ പ്രയോഗം വരികയാണ്. സാ നീ പ ധ ധ സ. അങ്ങനെയാണ് അതിന്റെ തടക്കം. അപ്പൊ എല്ലാവരും വീഡിയോ കാണുക. ഇതിന്റെ ബാക്കി സ്വരങ്ങളും എല്ലാം സാഹിത്യവും അടുത്ത ക്ലാസ്സിൽ നമ്മൾ വീണ്ടും പഠിക്കാം. വീഡിയോ കണ്ട അഭിപ്രായം പറയുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.